പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി നിരവധി ആനുകൂല്യങ്ങളാണ് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് മാസം മുതൽ ലഭ്യമായ ഈ ആനുകൂല്യങ്ങൾ ആരും അറിയാതെ പോകരുത്. വിവിധ ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമതായി, മാർച്ച് 8 മുതൽ പാചകവാതക സിലിണ്ടർ വില കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ്. 14 കിലോയുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 100 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. 910 രൂപയ്ക്ക് ഇതുവരെ ലഭിച്ചിരുന്ന സിലിണ്ടർ ഇനി മുതൽ 810 രൂപയ്ക്ക് ലഭിക്കും. ഇതോടൊപ്പം രാജ്യത്തെ 10 കോടി വീടുകളിൽ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി സ്കീം മാർച്ച് 31 അവസാനിക്കുന്നത് 2025 വരെ നീട്ടിയിരിക്കുകയാണ്. ഒരു സിലിണ്ടറിന് 300 രൂപ സബ്സിഡി 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയാണ് നിലവിൽ നീട്ടിയിരിക്കുന്നത്. ഈ സ്കീമിലുള്ളവർ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിലവിലുള്ള 810 രൂപ കൊടുക്കുമ്പോൾ 300 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായി തിരികെ എത്തും. അതിനാൽ കേവലം 510 രൂപയ്ക്ക് അവർക്ക് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുവാൻ കഴിയും. രണ്ടാമതായി, സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ ഇറക്കുന്ന അരി മാർച്ച് 12 മുതൽ APL BPL വ്യത്യാസമില്ലാതെ ലഭിക്കുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ജയ, കുർവ, മട്ട എന്നീ വിഭാഗത്തിലുള്ള അരികളാണ് ശബരി കെ റൈസ് ബ്രാൻഡിൽ ലഭിക്കുക. ജയ അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും മട്ടയും കുറുവയും കിലോയ്ക്ക് 30 രൂപ നിരക്കിലുമാണ് ലഭിക്കുകയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും സബ്സിഡിയായി എല്ലാ മാസവും നൽകിയിരുന്ന 10 കിലോ അരിയുടെ ഭാഗമായാണ് കെ റൈസ് നൽകുന്നത്. മാസം 5 കിലോ വീതം കെ റൈസ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ്. കെ റൈസിനോടൊപ്പം സപ്ലൈകോയിൽ നിന്നും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റ് അരികൾ 5 കിലോ വരെ ഓരോ മാസവും വാങ്ങാൻ സാധിക്കുന്നതാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള എല്ലാ റേഷൻ കാർഡിനും കെ റൈസ് ലഭിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം, എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട്, കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാണ് 5 കിലോ പാക്കറ്റുകളിലായി ലഭിക്കുക. ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ ഇറക്കിയിരിക്കുന്ന അരി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇപ്പോൾ വിതരണം നടത്തി വരികയാണ്. 29 രൂപ നിരക്കിലാണ് ഭാരത് അരി ലഭിക്കുക. ഇതുകൂടാതെ 27.5 രൂപയ്ക്ക് ഭാരത് ആട്ടയും 60 രൂപയ്ക്ക് ഭാരത് ദാൽ എന്ന പരിപ്പും ലഭിക്കുന്നതാണ്. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാണ് ഇത് ലഭിക്കുന്നത്. APL BPL വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, റേഷൻ കാർഡും ഭാരത് ബ്രാൻഡിലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമില്ല. ഇപ്പോൾ വാഹനങ്ങളിൽ നടക്കുന്ന വിൽപ്പന അടുത്ത് തന്നെ 200ഓളം സ്ഥിരം ഔട്ട്ലെറ്റുകൾ വഴിയും ആരംഭിക്കുന്നതാണ്. മറ്റൊരറിയിപ്പ്, 300 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ റൂഫ് ടോപ്പ് സ്കീം പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 1 കോടിയോളം വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ഈ പദ്ധതിയിലൂടെ വീടുകളിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. 28,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന സ്കീമാണത്. ഈ പദ്ധതിയിലേക്ക് കേരളത്തിലുള്ളവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം. pmsuryaghar.gov.in എന്ന പോർട്ടലിലാണ് ഈ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി പോസ്റ്റ് ഓഫീസുകളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് സബ്സിഡി ലഭിക്കുന്നതും എന്നൊക്കെ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ പോസ്റ്റ്മാനെയോ സമീപിക്കാം എന്ന് ഇന്ത്യ പോസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. സോളാർ സ്ഥാപിക്കുവാൻ സബ്സിഡി ഒഴികെയുള്ള തുക നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ അതിനായി SBI അടക്കമുള്ള പൊതുമേഖലാ ബാങ്കുകൾ ഈടില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കുന്നതാണ്. നേരത്തെ 10% ഇതിൻ്റെ പലിശ നിരക്കെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 7% കുറച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, കേരളത്തിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും ആശ്വാസവിധി കേരളത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. 13,608 കോടി രൂപ കേരളത്തിന് കടമെടുക്കാമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തിന് നിർദ്ദേശവും നൽകിയിരുന്നു. മാർച്ച് 12 ചൊവ്വാഴ്ചയോ മാർച്ച് 19 ചൊവ്വാഴ്ചയോ കേരള സർക്കാർ ഈ തുക റിസർവ് ബാങ്ക് വഴി കടമെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കടമെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടക്കുന്നതാണ്. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.